പിടിയും കോഴിയിറച്ചിയും കേട്ടിട്ടില്ലേ? അത് പിടി ഉണ്ടാക്കുന്ന വിധം ഇത് ഉരുട്ടി വെച്ചേക്കാണ് കേട്ടോ. അവിടെ വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് കഴിഞ്ഞിട്ട് ഈ ഉരുട്ടി വെച്ചേക്കുന്ന സംഭവത്തിലേക്ക് ഇടുകയാണ്. ഈ ഉരുട്ടി വെച്ചത് എങ്ങനെ ഉണ്ടാക്കലെന്ന് വെച്ച് കഴിഞ്ഞാൽ അരിപ്പൊടി, തേങ്ങ, വെളുത്തുള്ളി, ജീരകം, ചുക്ക്, ഉപ്പ്, ഇതെല്ലാം കൂടെ ആദ്യം അരിപ്പൊടിയും തേങ്ങയും കൂടെ വറുത്ത് മാറ്റി വെച്ചിട്ട് പിന്നെ ബാക്കിയെല്ലാം പൊടിച്ച് ചേർത്ത് വീണ്ടും കുഴച്ച് ചപ്പാത്തിക്ക് കുഴക്കണ പോലെ കുഴച്ച് സംഭവം ചെയ്യുന്നതാണ്. ചെറിയ ചെറിയ ഉരുളകളാക്കി ഇങ്ങനെ ഇതാക്കണേ. ഇനി വെള്ളം തിളയ്ക്കുമ്പോൾ അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ്. വെള്ളം തിളച്ചതിലേക്ക് നമ്മളത് ഇടുകയാണ്. അപ്പോൾ വെള്ളം തിളച്ചതിലേക്ക് ഇട്ടു. ഇതേപോലെ വെള്ളത്തിൽ അങ്ങോട്ട് മുങ്ങി കിടക്കണം. ഇനി അത് അവിടെ കിടന്ന് വേവണം. തീ നന്നായി കത്തണം കേട്ടോ. ശരിക്കും തിളക്കട്ടെ. എന്നിട്ട് അതിൽ കിടന്ന് വേവണം. അതിൽ കിടന്ന് ഇങ്ങനെ തിളച്ച് കഴിഞ്ഞിട്ട് പിന്നെയാണ് ഇളക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അത് കുഴഞ്ഞു പോകും. തവിയുടെ കണ കൊണ്ട് ഇളക്കാൻ പാടുള്ളൂ. കണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക് വശം. കാരണം അല്ലെങ്കിൽ അത് കുഴഞ്ഞു പോകാൻ പെട്ടെന്ന് കുഴഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ അതിൽ കിടന്നിങ്ങനെ വെന്തോളും. കറക്റ്റ് ടൈമിൽ കറണ്ടും പോയി. എന്ത് ചെയ്യാനാ? അത് എമർജൻസിൻ്റെ വട്ടത്തിൽ നോക്കിക്കൊണ്ടിരിക്കുക. ഇളക്കാനുള്ള പരിപാടിക്കാണ് നോക്കണേ. അവർക്കൊരു പിടിയല്ല. തിളക്കണ തിളപ്പ് എന്താ തിളച്ച് വന്നുണ്ട്. ഒരുവിധം വെന്തുണ്ടാവും. ഇപ്പോൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. വാങ്ങാറായി. പിടി റെഡി ആയിട്ടുണ്ട്. ഇനി അത് പാത്രത്തിലേക്ക് മാറ്റിയാൽ മതി. ബൗളിലേക്ക് മാറ്റി പാത്രത്തിലോട്ട് ഇങ്ങനെ കോരി വയ്ക്കുക. എന്നിട്ട് നല്ല കോഴിയിറച്ചിൻ്റെ കൂടെ അങ്ങോട്ട് കഴിക്കുക. അത്രേ ഉള്ളൂ.